അപ്പൊ നമ്മൾ ഞാൻ ചോദിച്ചത് ഇത് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ പൊന്തി വരാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ? പൊന്തി വരാനുള്ള സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകുവശത്തെ എല്ലാ പല്ലും എന്ന് പറഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് ഫെയിൽ ചെയ്തു പോകാം. കാരണം പുറകുവശത്തെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ആ ഫ്രണ്ടിലത്തെ പല്ലുകളിൽ അത് മാത്രം സൂക്ഷിക്കും, ബാക്കിയുള്ള പല്ലുകളെല്ലാം പറിച്ചു കളയുകയും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ദിസ് ഇസ് എ ഫെയിലിയർ. അപ്പൊ ബാക്കിയുള്ള സപ്പോർട്ട് സിസ്റ്റം എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കാം. അപ്പോ നമ്മളുടെ ഇത് വേറെ പെർമനന്റ് ആയിരിക്കും. എന്തായാലും ഇതൊരു നല്ല ട്രീറ്റ്മെന്റ്, കാരണം ആൾക്കാർക്ക് പല്ലൊക്കെ ആടുക അങ്ങനെ ഇളകി പോകുന്ന ഒരു ഇതുണ്ടാവാതെ എന്നും 30 അല്ലെ എത്ര പല്ലുമായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം. തീർച്ചയായും പല്ലുകളെല്ലാം നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നമുക്ക് ചവയ്ക്കാൻ വേണ്ടിയാണ് ദൈവം ഇത് തന്നിരിക്കുന്നത്. ഇത് പല്ലുകളെല്ലാം തന്നിരിക്കുന്നത്. ഇത് ചവച്ചരച്ച് ഇത് അവസാനം വരെ കൊണ്ടുപോകുക എന്നുള്ളതും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഇതാണ്. അതിനുവേണ്ടി ചിലപ്പോൾ നമുക്ക് രോഗങ്ങൾ വരാം. രോഗങ്ങൾ വരുമ്പോൾ മുറിച്ച് കളയാറില്ല. ഇപ്പൊ നമ്മൾ കാലാണെങ്കിൽ നമ്മൾ ഒരിക്കലും മുറിച്ച് കളയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് കാല് വേണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അവയവമാണ് പല്ലെന്ന് വിചാരിക്കുക. ആ പല്ലുകൾ എത്രയും ഭംഗിയായിട്ട് സൂക്ഷിക്കുക, രോഗം വന്ന് ചികിത്സിക്കുക. അല്ലാതെ രോഗപരിവത്തേക്ക് അത് പറിച്ചു കളഞ്ഞോ എന്ന് പറയണതല്ല, അത് മുറിച്ച് കളയുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള അത് കിരാതമായ ട്രീറ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയും. അത് ഒരു നിവൃത്തിയില്ല. ഇപ്പൊ അത് എടുത്ത് കളയേണ്ട ഒരു അസുഖമാണ് വരുന്നതെങ്കിൽ നമ്മൾ എടുത്ത് കളയും. അതിപ്പോ അത് വരുന്നത് തന്നെ തെറ്റായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അത് ചെരിഞ്ഞാണ് കിടക്കുന്നത്. അത് പൊങ്ങി വരാതിരിക്കുക. അത് തൊട്ടിരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഭക്ഷണം കയറിയിരിക്കും, തൊട്ടടുത്ത പല്ല് കേടുപിടിക്കും. അപ്പൊ അടുത്ത പല്ല് ചീത്തയായി പോകുന്നതിനുള്ള കാരണം ആ പല്ലാവുമ്പോൾ ചിലപ്പോൾ എടുത്ത് കളയേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഈ 32 പല്ല് കൊണ്ട് അങ്ങ് നമ്മുടെ ജീവിതം ഒരു 80 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ 90 വയസ്സ് വരെ ജീവിച്ചിരുന്ന അത്രയും കാലം നമ്മുടെ പല്ല് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് ചെയ്ത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു വർഷത്തിൽ ഇപ്പൊ US അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഇൻഷുറൻസ് സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ അവർ 6 മാസത്തിലൊരിക്കൽ പോയി അവർക്ക് ഫ്രീ ആയിട്ട് ക്ലീനിങ് ഫ്രീ ആണ്. കാരണം ഇൻഷുറൻസ് അവർ പേ ചെയ്തോളൂ. അതുകൊണ്ട് ഇത് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരിൽ പലപ്പോഴും ട്രീറ്റ്മെന്റിന്റെ പ്രോബ്ലംസ് കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ വലിയ ഗ്രോസ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരില്ല. പിന്നെ അതിനകത്ത് നിഗ്ലക്ട് ചെയ്യണം, ഇതെടുക്കൂല, അങ്ങനെയുള്ളവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു വർഷത്തിൽ ഒരു 100 രൂപ മുടക്കി ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറിനെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പല്ലുകൾ കൊണ്ട് തന്നെ നമുക്ക് പോവാം. അല്ലാതെ ഒരു സെറ്റ് പല്ല് വെക്കുക എന്ന് പറയുന്നത് അത് അവസാനം വേറെ നിവൃത്തിയില്ലാത്തവരാണ് പല്ല് വെക്കണം. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ ഇംപ്ലാന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് തന്നെ പല്ല് വയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഭയങ്കര എക്സോർബിറ്റൻ കോസ്റ്റ് വരും എന്നുള്ളത് ശരിയാണ്. അപ്പൊ നമ്മുടെ പല്ലുകളുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. കാരണം ഒരു പല്ല് വേറൊരു പല്ല് വയ്ക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ കോസ്റ്റ് വരുമ്പോൾ അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പല്ലിന്റെ വാല്യൂ വളരെയധികം അല്ലേ. അതുകൊണ്ട് ഒരു പല്ല് ചീത്തയാക്കി കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ എത്രയും വേഗം ചികിത്സ നേടും. ഇത് തന്നെയായിരുന്നു ഞാനും ചോദിക്കണം ഉദ്ദേശിച്ചത്. നമുക്ക് അവസാനമായിട്ട് ഒരു ഉപദേശം, ദന്ത സംരക്ഷണത്തിന് നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം എന്ന്, ഭക്ഷണം കൊണ്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ടാവും? തീർച്ചയായും. ഇപ്പൊ ഭക്ഷണത്തിൽ ഇപ്പൊ നമ്മള് പണ്ട് ചിലരൊക്കെ എന്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, നമ്മുടെ അപ്പൂപ്പന്മാരൊന്നും പല്ലൊന്നും തേക്കില്ലായിരുന്നല്ലോ, അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, എന്റെ അപ്പൂപ്പന് ഒരു കാലത്തും പല്ല് തേച്ചിട്ട്, ഇങ്ങനെയൊക്കെ അവർ വന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പല്ല് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡോക്ടറെ എന്ന് പറയാറുണ്ട്. അവര് ഭക്ഷണം കഴിച്ചിരുന്ന പോലെ കഴിച്ചാൽ മതിയായിരുന്നു. അവര് നമ്മൾ പാടത്ത് പണിയെടുക്കുന്നതിന്റെ ഇടയ്ക്ക് അടുത്ത് നിൽക്കുന്ന കരിമ്പെടുത്ത് തിന്നും. നമ്മൾ റോ ആയിട്ട് ഈ ഭക്ഷണങ്ങളെല്ലാം തിന്നുകൊണ്ടിരുന്നു. ഇപ്പൊ എല്ലാം കുക്ക് ചെയ്ത് ബേക്കറിയിൽ വരുന്ന സാധനം നമ്മൾ പോയി മേടിച്ച് നമ്മളിത് തിന്നുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളുടെ വായിൽ വരുന്ന സലൈവയുടെ ലിമിറ്റേഷൻ കുറഞ്ഞു, സലൈവ വരുന്നത് കുറയും. ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഈ വായിക്കകത്തൊരു സിസ്റ്റമാണ്, അഥവാ ഈ ആസിഡിന്റെ അംശം വാഷ് ചെയ്ത് പോകണം. ഇത് വായിക്കകത്തേക്ക് സലൈവ കാൽസ്യം കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം ഈ പല്ലിനെ സംരക്ഷിക്കാൻ. അതിനു വേണ്ടിയുള്ള ആ ബാലൻസ് എല്ലാം നിലനിർത്താൻ ഒരു നല്ല ഭക്ഷണം, അഥവാ കാൽസ്യം ഉള്ള ഭക്ഷണം കഴിക്കണം. അത് മാത്രമല്ല നമ്മളുടെ സലൈവ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കുറയ്ക്കാം. അത് കഴിഞ്ഞ ഉടനെ പോയി ബ്രഷ് ചെയ്യരുത്, ഒത്തിരി ഭക്ഷണം കഴിക്കരുത്. ഈ കൊക്കക്കോളയൊക്കെ കഴിച്ചിട്ട് ഉടനെ പോയി കടിച്ചു പറിച്ച് തിന്ന സാധനം തിന്നാൽ പല്ലുകൾ നശിക്കാനുള്ള സാധ്യത. താങ്ക് യു ഡോക്ടർ. എന്തായാലും ഈ കുറഞ്ഞ സമയം കൊണ്ട്, സമയം സത്യം പറഞ്ഞാൽ നമുക്ക് തികയാതെ വരികയാണ്, കുറഞ്ഞ സമയം കൊണ്ട് ദന്തരോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സയെക്കുറിച്ചും പിന്നെ ആധുനിക ചികിത്സാ രീതിയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഡോക്ടർ. വളരെയധികം നന്ദി. ഇന്നത്തെ നമ്മുടെ മെഡി ടോക്കിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത മെഡി ടോക്ക് മറ്റൊരു വിഷയവും മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.